ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സിംഗിൾ ഫേസിംഗ് പ്രിവെൻഡർ എന്ന ഡിവൈസ്. ഇതൊരു 6 വയർ പ്രിവെൻഡർ ആണ്. അതായത് 3 വയറുകൾ RYB സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുന്നതിനും ബാക്കി 3 വയറുകൾ കൺട്രോളിംഗ് ലൈൻസുമായി കണക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഡിവൈസ് എങ്ങനെ കണക്ട് ചെയ്യുമെന്നത് സംബന്ധിച്ച ഒരു കണക്ഷൻ ഡയഗ്രാം ഡിവൈസിന് പുറമേ തന്നെ ലേപനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ 3 വയറുകൾ സ്റ്റാർട്ടറിന്റെ കൺട്രോൾ ലൈൻസുമായിട്ടും ബാക്കിയുള്ള റെഡ്, യെല്ലോ, ബ്ലൂ വയറുകൾ സ്റ്റാർട്ടറിന്റെ മെയിൻ സപ്ലൈ ലൈനുമായിട്ടുമാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഒരു ഓട്ടോ മാനുവൽ സെലക്ടർ സ്വിച്ചും ഒരു ഡിലേ ടൈമിംഗ് നോബും ഉണ്ട്. ഓട്ടോ മാനുവൽ സെലക്ടർ സ്വിച്ചിൽ ബൈപ്പാസ് മോഡിൽ ഈ സ്വിച്ച് ഇടുകയാണെങ്കിൽ നമുക്ക് ഈ ഡിവൈസിന്റെ പ്രൊട്ടക്ഷൻ ഒന്നും തന്നെ കിട്ടുകയില്ല. ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ സ്വന്തം റിസ്കിൽ ഓൺ ആക്കുന്നതിന് വേണ്ടി മാത്രമാണ് ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മാനുവൽ SPP എന്ന് പറയുന്ന മോഡിൽ നമുക്ക് 100% ഇതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുകയും നമുക്ക് സ്റ്റാർട്ടറിന്റെ ഓൺ ഓഫ് പുഷ് ബട്ടൺ വഴി നമുക്ക് സ്റ്റാർട്ടറിനെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കും. എന്നാൽ ഓട്ടോ മോഡിൽ സ്റ്റാർട്ടറിലേക്കുള്ള 3 ഫേസും അവൈലബിൾ ആയിരിക്കുന്ന സമയത്തും സ്റ്റാർട്ടറിന്റെ 3 ഫേസ് സീക്വൻസും റൈറ്റ് കണ്ടീഷനിലായിരിക്കുന്ന സമയത്തും സ്റ്റാർട്ടർ ഫുൾ ടൈം ഓൺ അവസ്ഥയിലായിരിക്കും. ഈ ഒരു അവസ്ഥയിൽ ഈ ഡിവൈസിന്റെ എല്ലാവിധ പ്രൊട്ടക്ഷനോട് കൂടിയും ഇതുമായി കണക്ട് ചെയ്തിരിക്കുന്ന മോട്ടോർ വർക്ക് ചെയ്യും. ഇനി ഇതിന്റെ കണക്ഷൻ ഒന്ന് നോക്കിയാലോ. SPP ഡിവൈസിന്റെ RYB എന്ന് പറയുന്ന ടെർമിനലുകൾ, അതായത് റെഡ്, യെല്ലോ, ബ്ലൂ എന്ന വയറുകൾ സ്റ്റാർട്ടറിന്റെ ഇൻകമിംഗ് ഫേസിന്റെ RYB പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. അതായത് മെയിൻ സപ്ലൈക്ക് പാരലായിട്ട് കണക്ട് ചെയ്യുക. ഇനി ഈ 3 വയർ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് ഇതിന്റെ കൂടുതൽ ഡൗട്ട് ഇരിക്കുന്നത്. ബ്ലാക്ക് വയർ കോമൺ പോയിന്റും വയലറ്റ് വയർ മാനുവൽ SPPയുടെ പോയിന്റും ഗ്രീൻ വയർ ഓട്ടോ SPPയുടെ പോയിന്റുമാണ്. ഇവിടെ സിംഗിൾ ഫേസിംഗ് പ്രിവെൻഡറിന്റെ സ്വിച്ചിങ് ടെർമിനലുകൾ പല രീതിയിൽ സ്റ്റാർട്ടറിന്റെ കൺട്രോൾ ലൈൻസുമായിട്ട് കണക്ട് ചെയ്യാം. അതിൽ എനിക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന ഒരു മാർഗമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആദ്യമായി NO പുഷ് ബട്ടനും NC പുഷ് ബട്ടനും തമ്മിലുള്ള കോമൺ വയർ എടുത്തു മാറ്റുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ SPPയുടെ കൺട്രോളിംഗ് ലൈൻസ് കണക്ട് ചെയ്യുക. നമുക്ക് ഓട്ടോ SPP എന്ന ഓപ്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്ലാക്ക് വയറും വയലറ്റ് വയറും മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഗ്രീൻ വയർ ജസ്റ്റ് ഒഴിവാക്കിയാൽ മതി. അതുപോലെ നിരവധി രീതിയിൽ ഈ കണക്ഷൻ ചെയ്യാവുന്നതാണ്. കോയിലിലേക്കുള്ള ഏതെങ്കിലും ഒരു വയർ ഒഴിവാക്കിയതിന് ശേഷം അതിനിടയിൽ ബ്ലാക്ക് വയറും വയലറ്റ് വയറും കണക്ട് ചെയ്താൽ കണക്ഷൻ കംപ്ലീറ്റ് ആയി.